ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിലെ മാംഗോ മെഡോസിലേക്കാണ്. ഇതൊരു അത്ഭുത ലോകമാണ്. ഒരു വാട്ടർ തീം പാർക്ക് അല്ല, ഇതൊരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പൂമുഖത്തുകൂടെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ഇതുപോലെയുള്ള ഇലക്ട്രിക് വാഹനത്തിൽ 4 പേരെ വീതം കയറ്റി അവർ ഈ കാഴ്ചകളെല്ലാം കാണിച്ചു തരും. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലത്തെ ലണ്ടൻ ഡെക്കർ വാഹനത്തിൽ നമുക്ക് കയറാം. ഞാനും പതുക്കെ മുകളിലേക്ക് കയറി. കാഴ്ചകൾ കുറച്ചുകൂടെ വ്യക്തമായി. അവിടെ ഇരുന്ന് മാംഗോ മെഡോസിൻ്റെ പൂമുഖ കാഴ്ചകളൊന്ന് കണ്ടു. എനിക്കേറെ ഇഷ്ടപ്പെട്ടു. പിന്നീട് മാംഗോ വിലാസം ടീ ഷോപ്പിന് മുന്നിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ബൈബിൾ ശില്പമാണിത്. ഈ ഭാഗത്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പതിയെ കാഴ്ചകളുടെ ലോകത്തേക്ക് മുന്നോട്ട് പോയി. ഇതുവരെ കേട്ടിട്ട് മാത്രമുള്ള പലതരം വൃക്ഷങ്ങൾ. ഇവിടെ ഭാരതത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളുടെയും വൃക്ഷങ്ങളെ നട്ടുപരിപാലിച്ചിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത പല വൃക്ഷങ്ങളെയും ഞാൻ ഇന്ന് ആദ്യമായി കണ്ടു, തൊട്ടറിഞ്ഞു. പലതിൻ്റെയും ഔഷധ ഗുണങ്ങളും ഇന്നാണ് എനിക്ക് മനസ്സിലായത്. കൂടെ വന്ന ഗൈഡ് ഓരോ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തന്നു. ഇനി ഞങ്ങളുടെ യാത്ര മീനൂട്ട് പാലത്തിലേക്കാണ്. 1 രൂപയുടെ കോയിൻ നിർമ്മിച്ചതിന് ശേഷം ബാക്കി വന്ന മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലിഷ്ടം പോലെ മീനുകളാണ്. ഇവിടെ നമുക്ക് മീനൂട്ട് നടത്താം. വളരെ പതുക്കെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് വലിയ മീനുകളെയെല്ലാം കണ്ട് ഈ പാലത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. കാഴ്ചകൾ അവസാനിക്കുന്നില്ല, അത്രമേൽ ഹൃദ്യമാണ്. വെള്ളത്തിലൂടെ തലകുത്തി മറിയുന്ന, നീന്തി തിമിർക്കുന്ന മത്സ്യങ്ങൾ, അതോടൊപ്പം തന്നെ കരഭാഗത്ത് ബോട്ടുകൾ, അതിലും നമുക്ക് യാത്ര ചെയ്യാം. ഒരു ദിവസം രാവിലെ വന്നാൽ വൈകുന്നേരം വരെ കണ്ടാലും തീരാത്ത കാഴ്ചകളുണ്ട്. ഈ മീനൂട്ട് പാലത്തിലൂടെ നടന്ന് മീനുകളെ കണ്ട് മീനൂട്ട് നടത്തി സമയം വളരെ പതുക്കെ മുന്നോട്ട് പോയി. ഇതാണ് നീലക്കൊടുവേലി. ഇതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു തന്നു. വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ വേര് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തനിയെ നീന്തി കയറുമെന്നും, ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി വീടുണ്ടാക്കാൻ നീലക്കൊടുവേലിയുടെ വേരാണ് ഉപയോഗിക്കുന്നതെന്നും, അങ്ങനെ ഔഷധ ഗുണങ്ങളും ഓരോ ജീവികളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഗൈഡ് വളരെ വിശദമായി പറഞ്ഞു തന്നു. വീണ്ടും കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇതുവരെ കാണാത്ത അമ്മച്ചിപ്ലാവ്, അതുപോലെയുള്ള പലതരം വൃക്ഷങ്ങൾ, എലിമരം, കറുത്ത മുള, ജീവൻ നൽകുന്ന ചീര, അങ്ങനെ വേണ്ട ഒരുപാട് പറഞ്ഞാലും തീരാത്ത അത്രമേൽ വൈവിധ്യങ്ങളാണ് ഇവിടെ. ത്രിഫല, ആദ്യമായിട്ടാണ് ത്രിഫല എന്ന് പറയുന്ന 3 മരങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുന്നത്. ആയുർവേദത്തിലെ കഫത്തിനും ഒക്കെ ഒത്തിരി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ത്രിഫല. പിന്നീടും കാഴ്ചകളുടെ ലോകത്തേക്ക് ഞങ്ങൾ വളരെ പതുക്കെ മുന്നോട്ട് നീങ്ങി. ആ വഴിക്ക് ഇരുവശവും ഇതുവരെ കാണാത്ത മരങ്ങൾ. ഇതൊരു തീമാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളം കൈയാണ് ആ കാണുന്നത്. ആ ഉള്ളം കൈയിൻ്റെ ഉള്ളിൽ ഒരു മരം നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. സംവിധായകൻ്റെ കൈയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇവിടെ ഒരു ശില്പമുണ്ട്. ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ചേർന്ന് നിൽക്കുന്നൊരു ശില്പം. താഴെ ഒരു കുഞ്ഞിൻ്റെ ശില്പവും ഉണ്ട്. ഒത്തിരി മനോഹരമായ കാഴ്ചകളും ചിന്തകളും തരുന്ന മാംഗോ മെഡോസിലൂടെ, മാമ്പഴങ്ങളുടെ താഴ്വരയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. നക്ഷത്രവനവും ഇതുവരെ കാണാത്ത പലതരം വൃക്ഷങ്ങളും അവയുടെ കാഴ്ചകളും അവയുടെ ഇലകളെ തൊട്ട് വാസനിച്ച് അങ്ങനെ പതുക്കെ
ഞങ്ങൾ മുന്നോട്ട് പോയി. നാൽപ്പാമരവും തോണിയുടെ നടുക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന നട്ടു വളർത്തുന്ന നാൽപ്പാമരം, നക്ഷത്രവനം. കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇവിടെ, കാഴ്ചകൾ തുടരുകയാണ്. ഒരു കാഴ്ചയും നമ്മളെ ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ്, ഇതുവരെ കാണാത്ത മരങ്ങളാണ്. വേദഗ്രന്ഥങ്ങളിൽ മാത്രം കേട്ട് പരിചയമുള്ള ഒത്തിരി വൃക്ഷങ്ങൾ, ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒത്തിരി മരങ്ങൾ. ഇവിടെ നോക്കൊരു സ്ത്രീയുടെ ശില്പമാണ്. സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നതോടൊപ്പം അത് പ്രകൃതിയാണെന്നുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം കാഴ്ചകൾ കണ്ട് വീണ്ടും അവിടെ നിന്നൊരു സൈക്കിൾ എടുത്ത് മുന്നോട്ട് നീങ്ങി. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. റോഡിന് ഇരുവശവും ഇതുവരെ കാണാത്ത കാഴ്ചകളാണ്. അത്ഭുതം തോന്നി. ഇതൊരു സ്വർഗമാണെന്ന് നിസ്സംശയം പറയാം. കാവും മീനൂട്ടും തുളസിത്തറയും. തുളസിത്തറയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ് തുളസിത്തറ എന്ന് പറയുന്നു. ഇവിടുത്തെ ആത്മാവ് തറയാണിത്. അതിനും ഓരോ വൃക്ഷങ്ങളുമായിട്ട് ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്. കയറ് നെയ്യുന്നു, വെച്ചൂർ പശുക്കൾ, അതിൻ്റെ കിടാങ്ങൾ. അങ്ങനെ ഇതൊരു അത്ഭുത ലോകം തന്നെയാണ്. മാംഗോ മെഡോസിനെ മാമ്പഴങ്ങളുടെ താഴ്വാരത്തെ മറ്റെങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുവന്ന് കാണിക്കണം. പേരെടുത്ത് പറയാൻ തീരില്ല, അത്രമേൽ വൃക്ഷങ്ങളുണ്ട് ഇവിടെ. യേശുക്രിസ്തുവിൻ്റെ തലയിൽ വെച്ച മുൾക്കിരീടം, അതിൻ്റെ പേരറിയോ? അതുമുണ്ട് നമ്മുടെ മാംഗോ മെഡോസിൽ. നോഹയുടെ പെട്ടകം ഏത് മരത്തിലാണ് ഉണ്ടാക്കിയതെന്നറിയോ? ആ മരവും ഉണ്ട്. ഇനി കുറച്ചു നേരം നമുക്ക് ചൂണ്ടയിടണോ? ഇഷ്ടംപോലെ ചൂണ്ട അവിടെ ഇരിപ്പുണ്ട്. മീന് തീറ്റയും ഉണ്ട്. നമുക്ക് പതുക്കെ ചൂണ്ടയിൽ തീറ്റ കോർത്ത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. അത്രമേൽ മനസ്സിനും ശരീരത്തിനും തണുപ്പ് തരുന്ന കാഴ്ചകളാണ്. ഞാനൊരു ചൂണ്ടയെടുത്തു, എര കോർത്തു, വളരെ പതുക്കെ ഞാനത് വെള്ളത്തിലേക്ക് ഇട്ടു. മീൻ കൊത്തുന്നതും കാത്ത് ഞാൻ ഇരിക്കുകയാണ്. മീൻ അതിവിദഗ്ധമായി എന്നെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ നോക്കുമ്പോൾ തെളിനീര് പോലെയുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ മീൻ വന്ന് പതുക്കെ കൊത്തി തിന്നുന്നത് എനിക്ക് കാണാം. പക്ഷേ മീനെ ഞാൻ വലിച്ചെടുത്തില്ല. അതിനെ തിരിച്ച് ആ പുഴയിലേക്ക് തന്നെ വിട്ടു. പിന്നെ ഞാൻ അവിടുത്തെ കാഴ്ചകൾ നോക്കി. ഈ പുഴയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ആകാശം, അതോടൊപ്പം തന്നെ ആ വെള്ളത്തിലേക്ക് ലയിച്ചു നിൽക്കുന്ന മാമ്പഴങ്ങൾ, അതെല്ലാം മീനുകൾ കൊത്തി തിന്നുന്ന എനിക്ക് കാണാമായിരുന്നു. കരയിൽ നിന്ന് പുഴയിലേക്ക് ചാഞ്ഞ് മാമ്പഴമെല്ലാം വെള്ളത്തിലേക്ക് മുട്ടി നിൽക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച. എത്ര കണ്ടാലും അവിടുന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. പല വലിപ്പത്തിലുള്ള മീനുകൾ ഇതാ ആ കൊച്ചു പുഴയിൽ നീന്തി തിമിർക്കുന്നു. വീണ്ടും ഞാൻ മുന്നോട്ട് പോയി. ഇവിടെ കുട്ടവഞ്ചി തുഴയാം. നമുക്ക് അത്യാവശ്യം നിർദ്ദേശങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫ് തരും. എന്നിട്ട് വളരെ പതുക്കെ ആ കുട്ടവഞ്ചിയിലേക്ക് കയറാം. മീനുകളുടെ ഇടയിലൂടെ മാമ്പഴവും ചക്കപ്പഴവും ഒക്കെ തൊട്ട് തലോടി പേരറിയാത്ത പല വൃക്ഷങ്ങളുടെയും തണലിൽ ഇലകളെ തൊട്ട് നമുക്ക് പതുക്കെ ആ കുട്ടവഞ്ചിയിലെ യാത്ര ആസ്വദിക്കാം. എത്ര പറഞ്ഞാലും തീരില്ല. അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത്രമേൽ
ഹൃദ്യമാണ് മാംഗോ മെഡോസിലെ അനുഭവങ്ങൾ. വീണ്ടും ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണം ഈ സ്വർഗത്തിലേക്ക്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, മഹാഭാരതത്തിലും ഖുറാനിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് വൃക്ഷങ്ങൾ ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ നോക്കൂ, ഇത് അമ്പലക്കുളമാണ്. ഈ അമ്പലക്കുളത്തിൽ മീനുകൾ ഇങ്ങനെ തിമിർക്കുന്ന കണ്ടോ സന്തോഷം കൊണ്ട്. ഞാനും കുറച്ചു നേരം അവിടെ നോക്കി നിന്നു, മീനൂട്ടമൊക്കെ നടത്തി. കാരണം മീനിന് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഒരുപാട് ഇങ്ങനെ ചാടി വരും. നല്ല കാഴ്ചയാണത്. അതിനുശേഷം മീനൂട്ടിന് ശേഷം വളരെ പതുക്കെ ഞാൻ ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു. ഇതുവരെ കാണാത്ത കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നമ്മളെ മടുപ്പിക്കുന്നില്ല. വെളുത്ത മുളയും പച്ച മുളയും കറുത്ത മുളയും പല വർണ്ണങ്ങളിലുള്ള മുളയും ഓരോ ജന്മനക്ഷത്രങ്ങളും അതിനുള്ള മരങ്ങളും ഒക്കെ കാണാൻ പറ്റി. അതുപോലെ പഴയ തേവ് ചക്രമാണിത്. നെല്ല് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ മുന്നിൽ ഞാനും കുറച്ചു നേരം തേവ് ചക്രത്തിൽ കയറി കുറച്ചു നേരം ചവിട്ടി നോക്കി. പണ്ടത്തെ മനുഷ്യർ, നമ്മുടെ പൂർവികർ, യന്ത്രങ്ങളൊന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മരം ഉപയോഗിച്ച് ചക്രം നിർമ്മിച്ച് ചവിട്ടി വെള്ളം തേവി കൃഷി ചെയ്തതും അവരുടെ നാടൻ പാട്ടും തേറ്റുപാട്ടുകളെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതെല്ലാം അവിടെ നമുക്ക് കേൾക്കാനും സാധിക്കും. പലതരത്തിലുള്ള ചീരകൾ, പേര് പറഞ്ഞാൽ തീരില്ല. 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പറഞ്ഞാൽ തീരില്ല. അത്രമേൽ മരങ്ങൾ അവിടെയുണ്ട്. ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് മരങ്ങൾ. അതിനുശേഷം ഞങ്ങൾ പോയത് കയറ് പിരിക്കുന്നിടത്തേക്കാണ്. അവിടെ ആ അമ്മ കയറ് പിരിക്കുന്നതിൻ്റെ ബാലപാഠങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങളെ അത് അഭ്യസിപ്പിച്ചു. ആ കാഴ്ചകളിലൂടെ മനസ്സ് നിറഞ്ഞ് അത് ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ പോയത് പ്ലാവുകളെല്ലാം നിൽക്കുന്നൊരു ഭാഗത്തേക്കാണ്. പല വെറൈറ്റീസ് പ്ലാവുകൾ, ആത്മാവ് തറ, ഇതെല്ലാം കണ്ട് വളരെ വളരെ പതുക്കെ എല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ വളരെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ കുട്ട നിർമ്മാണം, അങ്ങനെ ഓരോന്നും പരിചയപ്പെട്ടു. ഇതാണ് കുലാലചക്രം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചക്രത്തിൻ്റെ പേരറിയുന്നത്, കുലാലചക്രം. കുലാലചക്രത്തിൽ അദ്ദേഹം കളിമണ്ണ് കുഴച്ച് ഓരോ പാത്രങ്ങളും ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു. കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. ആ കരവിരുതുകളെല്ലാം കണ്ട് മനസ്സിലാക്കി. വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ്, ഈ ചക്രത്തിൻ്റെ പേരാണ് കുലാലചക്രം. നമുക്ക് കാണുമ്പോൾ ഇത് ഈസി ആയിട്ട് തോന്നും. പക്ഷേ ആ മനുഷ്യൻ്റെ, ആ കലാകാരൻ്റെ മനസ്സിൽ വിരിയുന്നതാണ് മൺപാത്രമായി പിറവിയെടുക്കുന്നത്.